പ്രിയപ്പെട്ട പ്ലസ് ടു തുല്യതാ പഠിതാക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ അവസാന യൂണിറ്റ്, അതായത് 5ാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക. അവയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ നോട്ടുകളാണ് ആവശ്യമെങ്കിൽ അവയുടെ മുഴുവൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പാഠങ്ങളിലേക്ക് വരാം. നമ്മുടെ ആദ്യ പാഠത്തിൻ്റെ പേര് ട്രൂ ഹൈറ്റ് എന്നാണ്. ശരിക്കുമുള്ള ഉയരം, ഇതാണ് അർത്ഥം. ഇവിടെ മൈക്കിൾ സ്റ്റോൺ എന്ന ഒരു പോൾ വാൾട്ടറിനെ പറ്റിയാണ് പറയുന്നത്. പോൾ വാൾട്ട് എന്ന് പറയുന്ന ഇനത്തിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന വ്യക്തിയെയാണ് പോൾ വാൾട്ടർ എന്ന് പറയുന്നത്. ഇതൊരു മത്സര ഇനമാണ്. ഒളിമ്പിക്സിലും മറ്റ് ഗെയിംസുകളിലുമൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു വ്യക്തി ഒരു നീളമുള്ള വടിയുമായി ഓടി വന്ന് ആ വടിയിൽ കുത്തി ചാടുന്ന ഒരു മത്സര ഇനം. അതിൽ പങ്കെടുക്കുന്ന ആളിനെയാണ് പോൾ വാൾട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പോൾ വാൾട്ടറായ മൈക്കിൾ സ്റ്റോണിൻ്റെ പ്രത്യേകത അദ്ദേഹം അന്ധനായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന് കാഴ്ചയില്ലായിരുന്നു എന്നതാണ്. പാഠത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. മൈക്കിൾ സ്റ്റോൺ വാസ് ബ്ലൈൻഡ്. മൈക്കിൾ സ്റ്റോൺ അന്ധനായിരുന്നു. ഹി വാസ് എ പോൾ വാൾട്ടർ. അദ്ദേഹം ഒരു പോൾ വാൾട്ടർ ആയിരുന്നു. അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് ഹി പെർഫോംഡ് വെൽ. അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ്, നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ ഹി പെർഫോംഡ് വെൽ. അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു, നല്ല രീതിയിൽ പ്രകടനം നടത്തി. ഈച്ച് ടൈം ഹി ഇംപ്രൂവ്ഡ് ദ ഹൈറ്റ്. ഈച്ച് ടൈം, ഓരോ തവണയും, ഹി ഇംപ്രൂവ്ഡ് ദ ഹൈറ്റ്, അദ്ദേഹം ഉയരം മെച്ചപ്പെടുത്തി, കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ ചാടി. ബട്ട് വെൻ ഇറ്റ് വാസ് ദ ഫൈനൽ ജമ്പ് ഹി വാസ് നെർവസ്. ബട്ട് എന്നാൽ, വെൻ ഇറ്റ് വാസ് ദ ഫൈനൽ ജമ്പ്, ഫൈനൽ ജമ്പായപ്പോൾ, അവസാനത്തെ ചാട്ടമായപ്പോൾ, ഹി വാസ് നെർവസ്, അദ്ദേഹത്തിന് ടെൻഷനായി. ദ ബാർ വാസ് സെറ്റ് നിയർ ദ നാഷണൽ റെക്കോർഡ്. ദ ബാർ വാസ് സെറ്റ്, ബാറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാർ എന്ന് പറയുമ്പോൾ ആ ചാടുന്ന ഹൈറ്റിൽ വെക്കുന്ന വടിയാണ്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നിയർ ദ നാഷണൽ റെക്കോർഡ്, നാഷണൽ റെക്കോർഡിൻ്റെ അടുത്താണ്. ഹി വാസ് 17, അദ്ദേഹത്തിന് 17 വയസ്സായിരുന്നു. ഹി തോട്ട് ഓഫ് ഹിസ് മദർ, അദ്ദേഹം തൻ്റെ അമ്മയെപ്പറ്റി ചിന്തിച്ചു. ഹി ടുക്ക് ഡീപ്പ് ബ്രെത്ത്സ് ആസ് ഷീ ടോൾഡ് ഹിം. ഹി ടുക്ക് ഡീപ്പ് ബ്രെത്ത്സ്, അദ്ദേഹം ദീർഘമായി ശ്വസിച്ചു. ആസ് ഷീ ടോൾഡ് ഹിം, അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പോലെ. ഹി ക്ലിയർഡ് ദ ഹൈറ്റ്, അദ്ദേഹം ആ ഉയരം ക്ലിയർ ചെയ്തു, താണ്ടി, ആ ഉയരം താണ്ടി ചാടി. ലേറ്റർ ഹി ബ്രോക്ക് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ജൂനിയർ ഒളിമ്പിക് റെക്കോർഡ്സ്. ലേറ്റർ, പിന്നീട്, ഹി ബ്രോക്ക്, അദ്ദേഹം തകർത്തു, ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ജൂനിയർ ഒളിമ്പിക് റെക്കോർഡ്സ്, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ജൂനിയർ ഒളിമ്പിക് റെക്കോർഡുകൾ ഇദ്ദേഹം തകർക്കുകയുണ്ടായി. ഇത്രയുമാണ് ട്രൂ ഹൈറ്റ് എന്ന പാഠത്തിൻ്റെ നോട്ട്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം.
ഫെയർവെൽ സ്പീച്ച് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിടവാങ്ങൽ പ്രസംഗം. ഇതാണ് പാഠത്തിൻ്റെ പേര്. നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സച്ചിൻ തൻ്റെ അവസാന മത്സരത്തിന് ശേഷം നടത്തിയ പ്രസംഗമാണിത്. ഈ പ്രസംഗത്തിൻ്റെ വളരെ ചെറിയൊരു ചുരുക്കമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ വരിയായി എടുത്ത് പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ആഫ്റ്റർ ഹിസ് ഫൈനൽ ടെസ്റ്റ് മാച്ച്, സച്ചിൻ മേക്സ് ഹിസ് റിട്ടയർമെൻറ്റ് സ്പീച്ച്. ആഫ്റ്റർ ഹിസ് ഫൈനൽ ടെസ്റ്റ് മാച്ച്, തൻ്റെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിന് ശേഷം, സച്ചിൻ മേക്സ്, സച്ചിൻ നടത്തുന്നു, ഹിസ് റിട്ടയർമെൻറ്റ് സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രസംഗം. ഹി എക്സ്പ്രസ്സസ് ഹിസ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഹിസ് വെൽവിഷേഴ്സ്. ഹി എക്സ്പ്രസ്സസ്, അദ്ദേഹം പ്രകടിപ്പിക്കുന്നു, ഹിസ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ സ്നേഹവും നന്ദിയും, ഫോർ ഹിസ് വെൽവിഷേഴ്സ്, തൻ്റെ വെൽവിഷേഴ്സിനോടുള്ള, തൻ്റെ അഭ്യുദയകാംക്ഷികളോടുള്ള, തൻ്റെ നന്മയാഗ്രഹിക്കുന്ന വ്യക്തികളോടുള്ള തൻ്റെ സ്നേഹവും നന്ദിയും അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. ഫസ്റ്റ്, ഹി സ്പീക്സ് എബൌട്ട് ഹിസ് ഫാദർ ആൻഡ് മദർ. ഫസ്റ്റ്, ആദ്യം, ഹി സ്പീക്സ്, അദ്ദേഹം സംസാരിക്കുന്നത്, എബൌട്ട് ഹിസ് ഫാദർ ആൻഡ് മദർ, തൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റിയാണ്. ഓൾ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് ഹാവ് സപ്പോർട്ടഡ് ഹിം. ഓൾ ഹിസ് ഫാമിലി മെമ്പേഴ്സ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങളും, ആൻഡ് റിലേറ്റീവ്സ്, ബന്ധുക്കളും, ഹാവ് സപ്പോർട്ടഡ് ഹിം, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ് കോച്ച് അജ്രേക്കർ സർ ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ ഹിസ് സക്സസ്. ഹിസ് കോച്ച്, അദ്ദേഹത്തിൻ്റെ കോച്ചായ അജ്രേക്കർ സാർ, അജ്രേക്കർ സാറിന്, ഹാസ് എ ഗ്രേറ്റ് റോൾ, വലിയൊരു റോളുണ്ട്, ഇൻ ഹിസ് സക്സസ്, അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ. സച്ചിൻ്റെ പരിശീലകനായിരുന്ന അജ്രേക്കർ സാറിന് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്കുണ്ട്. ഹി ഓൾസോ റിമെമ്പേഴ്സ് മെനി അതേഴ്സ്. ഹി ഓൾസോ റിമെമ്പേഴ്സ്, അദ്ദേഹം ഓർക്കുന്നുണ്ട്, മെനി അതേഴ്സ്, മറ്റു പലരെയും, മറ്റു പലരെയും അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഓർക്കുന്നു. അറ്റ് ലാസ്റ്റ് ഹി താങ്ക്സ് ഓൾ ഹിസ് സപ്പോർട്ടേഴ്സ്. അറ്റ് ലാസ്റ്റ്, അവസാനം, ഹി താങ്ക്സ്, അദ്ദേഹം നന്ദി പറയുന്നു, ഓൾ ഹിസ് സപ്പോർട്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടേഴ്സിനും, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹം നന്ദി പറയുന്നു. ഇതാണ് സച്ചിൻ്റെ പ്രസംഗത്തിൻ്റെ ചുരുക്കം. ഇനി നമുക്ക് അവസാന പാഠത്തിലേക്ക് പോകാം. ഇതൊരു കവിതയാണ്. കവിതയുടെ പേര് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നാണ്. വിജയം ഏറ്റവും മധുരതരമായി കണക്കാക്കുന്നത്, ഇതാണതിൻ്റെ അർത്ഥം. വിജയത്തിന് ഏറ്റവും അധികം സുഖമുണ്ടെന്ന് കണക്കാക്കുന്നത്, ഇത്രയേ ഉള്ളൂ അർത്ഥം. ഇത് കേൾക്കുമ്പോൾ ഒരു അർത്ഥം പൂർണ്ണമായതുപോലെ നമുക്ക് തോന്നുന്നില്ല. ഇത് കവിതയുടെ തുടക്കമാണ്. ആ തുടക്കമെടുത്ത് കവിതയ്ക്ക് പേര് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. വരികൾ വായിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം കിട്ടുന്നതാണ്. നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി നമ്മൾ ഓരോ വരിയായെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ്. ശ്രദ്ധിക്കുക. സക്സസ് ഈസ്
കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ഈസ് എ പോയം ബൈ എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസൺ എഴുതിയ ഒരു കവിതയാണ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ഇറ്റ് ഹാസ് ദ തീം ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ. ഇറ്റ് ഹാസ് ദ തീം, ഈ കവിതയ്ക്കുള്ള വിഷയമെന്ന് പറയുന്നത് ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ, വിജയവും പരാജയവുമാണ്. ഈ കവിതയുടെ വിഷയം വിജയവും പരാജയവുമാണ്. ദ പോയം സ്പീക്സ് എബൌട്ട് സക്സസ്. ഈ കവിത പറയുന്നത് വിജയത്തെ പറ്റിയാണ്. ദ ലൂസേഴ്സ് ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ് സക്സസ്. ദ ലൂസേഴ്സ് പരാജയപ്പെട്ടവർക്കാണ് ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് സക്സസ് വിജയത്തെ. ദ പെർഫെക്റ്റ് നീഡ് മേക്സ് സംതിങ് വാല്യുബിൾ. പെർഫെക്റ്റ് നീഡ്, അങ്ങേയറ്റത്തുള്ള ആവശ്യം, വലിയ ആവശ്യം, അതാണ് മേക്സ് സംതിങ് വാല്യുബിൾ, എന്തിനെയെങ്കിലും വാല്യുബിളാക്കി മാറ്റുന്നത്, എന്തിനെയെങ്കിലും വിലയുള്ളതാക്കി മാറ്റുന്നത്. നമുക്ക് ആവശ്യം വരുന്ന സമയത്താണ് എന്തിനെങ്കിലും വിലയുണ്ടെന്ന് നമുക്ക് തോന്നുക. ദ സക്സസ്ഫുൾ കനോട്ട് ഡിഫൈൻ സക്സസ്. ദ സക്സസ്ഫുൾ, വിജയികൾക്ക് കനോട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല, നിർവചിക്കാൻ കഴിയില്ല, കൃത്യമായി പറയാൻ കഴിയില്ല സക്സസ് വിജയത്തെപ്പറ്റി. ദ വിക്ടോറിയസ് ആർമി കനോട്ട് ഡു ഇറ്റ്. ദ വിക്ടോറിയസ് ആർമി, വിജയിച്ച സൈന്യത്തിന് കനോട്ട്, കഴിയില്ല, ഡു ഇറ്റ്, അത് ചെയ്യാൻ. ഇറ്റ് ക്യാൻ ബി ബെസ്റ്റ് എൻജോയ്ഡ് ബൈ ദ നീഡി. ഇറ്റ് ക്യാൻ ബി ബെസ്റ്റ് എൻജോയ്ഡ്, അത് ഏറ്റവും നന്നായി എൻജോയ് ചെയ്യാൻ കഴിയുക, ആസ്വദിക്കാൻ കഴിയുക ബൈ ദ നീഡി, ആവശ്യക്കാർക്കാണ്, അത് കിട്ടാത്തവർക്കാണ്. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് വെരി സിമ്പിൾ. കവിതയുടെ ഭാഷ വളരെ സിമ്പിളാണ്. ബട്ട് ഇറ്റ് ഈസ് പവർഫുൾ, എന്നാൽ അത് ശക്തവുമാണ്. ദെയർ ആർ മെനി ഇമേജസ് ഇൻ ദ പോയം. ദെയർ ആർ, ഉണ്ട്, മെനി ഇമേജസ്, പല ചിത്രങ്ങളും, ഇൻ ദ പോയം, കവിതയിൽ, കവിതയിൽ പല ചിത്രങ്ങളും ഉണ്ട്. ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് എ ഫൈൻ പോയം. ഓൺ ദ ഹോൾ, മൊത്തത്തിൽ നോക്കിയാൽ, ഇറ്റ് ഈസ് എ ഫൈൻ പോയം, ഇതൊരു മികച്ച കവിതയാണ്. ഇതാണ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന കവിതയുടെ നോട്ട്. അപ്പോൾ ഈ 3 പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മറ്റ് കാര്യങ്ങളാണ്. അത് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അവ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് പഠിക്കാം. താങ്ക്